രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമസഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ വായിച്ചു നിർത്തി ഗവർണർ മടങ്ങുകയായിരുന്നു. നയപ്രഖ്യാപനത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് സഭാ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചത്. ഇതിനുശേഷം നയപ്രഖ്യാപനം അവസാനിച്ചതായി പറയുകയും തുടർന്ന് ദേശീയഗാനം മുഴങ്ങുകയും ചെയ്തു. ഇതോടെ ഗവർണർ നിയമസഭയിൽ നിന്നും അതിവേഗം മടങ്ങുകയാണുണ്ടായത്. ഔപചാരികതയുടെ ഭാഗമായി ഗവർണറെ അനുഗമിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് കാത്തു നിൽക്കാതെ നിയമസഭയിൽ നിന്നും അതിവേഗം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ അടക്കമുള്ളവരിൽ അമ്പരപ്പ് പ്രകടമായിരുന്നു. നേരത്തെ രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത്. പൂച്ചെണ്ട് നൽകിയാണ് മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്ത് നോക്കി ചിരിക്കാനോ കൈകൊടുക്കാനോ പോലും തയ്യാറായിരുന്നില്ല. തുടർന്ന് വേഗത്തിൽ സ്പീക്കറുടെ ഡയസിലേക്ക് എത്തി. ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ നിന്ന് എല്ലാം ഒത്തുതീർപ്പായോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എണീറ്റപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. തുടർന്ന് ഗൗരവഭാവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറയുകയും താൻ അവസാന ഖണ്ഡിക വായിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അവസാന ഖണ്ഡിക വായിച്ച ഉടൻ തന്നെ ഗവർണർ നിയമസഭ വിട്ടിറങ്ങുകയും ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ ഉടക്കിൽ തന്നെ തുടരുന്നു എന്നതിന്റെ സൂചനയാണ് നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമായത്. പുറത്തിറങ്ങിയ ശേഷം ഗവർണർ മാധ്യമങ്ങളോട് പോലും പ്രതികരിച്ചില്ല. ഗവർണർ എന്റെ സർക്കാർ എന്ന് പോലും പറയാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഔദ്യോഗികമല്ലെന്നുമാണ് പ്രതിപക്ഷ MLA-മാർ പറയുന്നത്. ജനാധിപത്യത്തെ പ്രഹസനമാക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന് പ്രതിപക്ഷ MLA സണ്ണി ജോസഫ് പറയുന്നു. നയപ്രഖ്യാപനം വായിച്ചിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് കേൾക്കാനും സാധിക്കുമായിരുന്നു എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കൂടിയായ ഗവർണർ കേന്ദ്ര വിമർശനം വായിക്കാതെ ഒഴിവാക്കിയാലും ഉള്ളടക്കം നയപ്രഖ്യാപനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടില്ല. അതേസമയം ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനം പ്രസംഗത്തിലില്ലായിരുന്നു. വായ്പ ഉൾപ്പെടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ധനവിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നടപടി നയപ്രഖ്യാപനത്തിൽ 3-4 ഖണ്ഡികകളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15ാം ധനകാര്യ കമ്മീഷനിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം കുറഞ്ഞതും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പ സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തിയതുമൊക്കെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമാക്കി. കേന്ദ്ര അവഗണന ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരളം. ഈ വികാരം പ്രതിഫലിപ്പിക്കുന്നതാണ് നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര വിമർശനങ്ങളൊക്കെയും. റിപ്പബ്ലിക് ദിനത്തിലെ ഗവർണറുടെ വിരുന്നിന് നേരത്തെ സർക്കാർ പണം അനുവദിച്ചിരുന്നു. ഫെബ്രുവരി 5-നാണ് ബജറ്റ്. വിവിധ വിഷയങ്ങളിലെ സർക്കാർ പ്രതിപക്ഷ പോരിന് ഇനി സഭാതലം വേദിയാകും. നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ ഒതുക്കിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഗവർണറുടേത് നിയമസഭയോടും ഭരണഘടനയോടുമുള്ള അവഹേളനമാണെന്നും പ്രതിപക്ഷം ശക്തമായി വിയോജിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാർ ഗവർണർ പോരിന്റെ പരിതാപകരമായ അന്ത്യമാണ് ഇവിടെ സംഭവിച്ചത്. നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഒന്നുമില്ല. മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസികളെ ഭയമാണ്. സംസ്ഥാന സർക്കാർ ഇരുട്ടിലാണെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 1 മിനിറ്റ് മാത്രം നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയാണ് ഗവർണർ ചെയ്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ചായിരുന്നു ഗവർണറുടെ അസാധാരണ നീക്കം. ആമുഖമായി 1 വരിയും അവസാന 1 പാരഗ്രാഫുമാണ് നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിയമസഭയിൽ ഗവർണർ വായിച്ചത്. രാജ്യത്തെ സഹകരണ ഫെഡറലിസവും മതേതരത്വവും സാമൂഹ്യ നീതിയും നിലനിർത്തി രാജ്യത്തെ വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയണമെന്ന ഭാഗമാണ് ഗവർണർ അവസാനമായി വായിച്ചത്.